ഒറ്റയ്ക്ക് ഞങ്ങൾ ഇറാനെ അടിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് എത്ര ദിവസം ഇസ്രായേലിനെ അടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇറാനും എത്ര നാൾ കഴിയും എന്ന ക്വസ്റ്റ്യനുണ്ട്. രണ്ട് രാജ്യങ്ങൾക്കും ദീർഘനാൾ അങ്ങനെ യുദ്ധം ചെയ്ത് നിൽക്കാനും കഴിയില്ല മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയില്ലാതെ. ഇപ്പോൾ അമേരിക്ക ഡയറക്റ്റ് കളത്തിൽ ഇറങ്ങി കളിച്ചിട്ടില്ലെങ്കിൽ പോലും അമേരിക്കയുടെ സഹായം ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിന് ഇൻ്റലിജൻസ് ഷെയറിങ് നടക്കുന്നുണ്ട്. ഇൻ്റലിജൻസ് വിവരങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ ഇസ്രായേലിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്ററേനിയൻ കടലിലും അതുപോലെ അറബിക്കടലിലുമെല്ലാം ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും സൈനിക സാന്നിധ്യവുമുണ്ട്. ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്, മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ലാന്നേ ഉള്ളൂ. എന്നിട്ട് പോലും അമേരിക്ക വേണം, അമേരിക്കയുടെ സഹായം വേണമെന്ന് ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ട്വിറ്ററിൽ കണ്ടൊരു വീഡിയോ ഉണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരു ക്ലിഫിൽ നിന്ന് താഴെ കടലിലേക്ക് ചാടുന്ന ഒരു വീഡിയോ ദിവ്യ കണ്ടിട്ടുണ്ടാവും. അതായത് ചാടിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാത്രം ചാടുക, മറ്റൊരാൾ അവിടെ നിൽക്കുക. അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇറാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇതൊരു ഊരാക്കൊടുക്കാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. ഇസ്രായേൽ അത് യുദ്ധം അല്ലെങ്കിൽ തുടങ്ങാൻ എളുപ്പമാണ്, യുദ്ധം അവസാനിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അതെല്ലാ യുദ്ധങ്ങളിലും എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാഠമാണ്. ഇപ്പോൾ റഷ്യ ആവട്ടെ യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. യുക്രൈനിൽ യുദ്ധം തുടങ്ങാൻ എളുപ്പമായിരുന്നു, പക്ഷേ യുക്രൈനിൽ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. അത് എല്ലാ യുദ്ധത്തിൻ്റെയും പ്രശ്നമാണ്. ഇറാഖിൽ അമേരിക്കയ്ക്ക് 10 വർഷം എടുത്തോണം ഊരി പോരാൻ, അഫ്ഗാനിസ്ഥാനിലും 10 വർഷം എടുത്തു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏത് യുദ്ധവും തുടങ്ങാൻ എളുപ്പമാണ്, ഊരി പോരാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഇസ്രായേൽ പഠിക്കുന്ന അവസാന സമയമാണ്.